അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജബ്ബാർ സൂറത്ത് അഹ്സാബുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു സംഗതി, സൂറത്ത് അഹ്സാബ് ഏറ്റവും വലിയ ദുരൂഹത നിറഞ്ഞൊരധ്യായമാണ് എന്നാണ്. എന്താണ് ദുരൂഹത? ഈ സൂറത്തിന് അൽ-ബഖറയുടെ അത്ര വലുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ 70 ചില്ലാനം ആയത്തുകളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 200-ൽ പരം ആയത്തുകൾ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയുകയില്ല. എന്നാൽ ഹദീസുകളിലും മറ്റും പല അഭിപ്രായങ്ങളും അത് സംബന്ധിച്ചുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ ജബ്ബാർ പറയുന്നത് കേട്ടാൽ ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്. അതുകൊണ്ട് ഹദീസുകളിലും മറ്റും അങ്ങനെ പല അഭിപ്രായമുണ്ട് എന്ന് പറയുന്നത്. ഈ മറ്റും എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഹദീസുകളിൽ അങ്ങനെ അഭിപ്രായം ഉണ്ടാവണം, അങ്ങനെ ഒരു സംഗതി ഉണ്ടാവണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഇതിൽ 200-ൽ പരം ആയത്തുകൾ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഹദീസിലുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ഹദീസ് എന്നതിൻ്റെ സാങ്കേതിക പ്രയോഗത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുപോലും അറിയില്ല എന്നുള്ളതാണ്. കാരണം ജബ്ബാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജബ്ബാർ എന്നെ പറഞ്ഞത് എനിക്ക് അറബി അറിയില്ല, ഞാൻ SSLC വരെ അറബി പഠിച്ചിട്ടുള്ളൂ, അതിൽ തന്നെ 50% ഞാൻ തോറ്റു പോകുന്നതാണെന്നാണ്. പിന്നെ അറബി പഠിക്കാൻ പോയിട്ടുമില്ല. അപ്പോൾ പിന്നെ മൂപ്പര് ഇത് എവിടെ നിന്നാണ് ശേഖരിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ആരോ പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാള പരിഭാഷകൾ നോക്കി പഠിച്ചത്. എന്നാൽ പോലും ഇന്ന് ഈ ഏത് ഭാഷയിലും ഹദീസ് എന്ന സാങ്കേതിക പദത്തിൻ്റെ വിവക്ഷ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. മനസ്സിലാക്കണം എന്നുദ്ദേശിക്കുന്ന ആളുകൾക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷെ അത് വേണ്ടതുപോലെ മനസ്സിലാക്കണം എന്ന് ജബ്ബാറിന് നിർബന്ധമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അത് അറിയാതെ പോകുന്നതിൽ അത്ഭുതമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ പറയേണ്ടിയിരുന്നത് അസർ എന്നാണ്. അതായത് സഹാബിയിൽ നിന്ന് ഉദ്ധരിച്ചു വരുന്ന അദ്ദേഹത്തിൻ്റെ വാക്കോ പ്രവൃത്തിയോ ഒക്കെ അതിന് ഹദീസ് എന്ന് പറയില്ല. സാങ്കേതികമായിട്ട് ഭാഷയിൽ ഹദീസ് എന്ന് പറയാം. ഭാഷയിൽ ഹദീസ് പറഞ്ഞാൽ വർത്തമാനം, സംഭവം എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ സഹാബിയുടെ അഭിപ്രായമോ പ്രവർത്തനമോ ആയി ഉദ്ധരിച്ചു വരുന്ന സംഗതിക്ക് അസർ എന്നാണ് പറയാം. അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ അസറുകളിലുണ്ട് എന്നത് ശരിയാണ്. അൽബക്കറയേക്കാൾ ദീർഘമുണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ചില പരാമർശങ്ങൾ അസറുകളിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പിന്നീട് പറയാം. അപ്പോൾ ജബ്ബാറി പറയുന്ന ഹദീസുകളിലും മറ്റും എന്ന് പറയുന്നത് അബദ്ധമാണ് എന്നതാണ് ഒരു സംഗതി. നഷ്ടപ്പെട്ടത് പൂർണ്ണമായി അറിയാൻ മാർഗമൊന്നുമില്ല. അങ്ങനെ ഏതോ ചില അസറുകളിൽ അങ്ങനെ പരാമർശിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് എന്ന് അറിയാനുള്ള മാർഗമില്ല. എന്നാൽ അദ്ദേഹം പറയാണ്, എന്നാൽ ഹദീസുകളിലും മറ്റും, അവിടെയും അദ്ദേഹം ഹദീസുകളിലും മറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും നേരത്തെ പറഞ്ഞ തന്നെയാണ് അവസ്ഥ. ഹദീസും അസറും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹത്തിന് അറിയില്ല. മറ്റും എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് ശ്രോതാക്കൾക്കും അറിയില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി വ്യഭിചാരികൾക്കുള്ള അന്തിമവിധി എന്നതാണ്. അന്തിമവിധി എന്താണ്? അവരെ എറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ്.
അങ്ങനെ ഒരു അസറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ വജിമനും കാബും ഒക്കെ പറഞ്ഞതായിട്ട് അങ്ങനെ ഒരു അസറിൽ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വ്യഭിചാരിക്കുള്ള അന്തിമ വിധി എന്താണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഈ അസറിനെ ആധാരമാക്കിക്കൊണ്ട് പറയുന്നത്. അതിൽ തന്നെ അദ്ദേഹം പറയുന്ന വേറൊരു സംഗതി ഉണ്ട്. ഖുർആനിൽ വ്യഭിചാരിക്ക് നൽകേണ്ട വിവിധങ്ങളായ പരിഹാസ്യങ്ങളായ ശിക്ഷകളുണ്ട് എന്നാണ്. വ്യഭിചാരിക്ക് നൽകേണ്ട വിവിധങ്ങളായ പരിഹാസ്യങ്ങളായ ശിക്ഷകളെ സംബന്ധിച്ച് ഖുർആനിൽ പരാമർശമുണ്ട്. അതൊക്കെ ഇതുകൊണ്ട് റദ്ദ് ചെയ്യപ്പെട്ടു എന്നിട്ടാണ് അന്തിമമായിട്ട് അവസാനം എറിഞ്ഞു കൊല്ലണം എന്നുള്ള വിധി വന്നിട്ടുള്ളത്. ആ വിധിയുമായി ബന്ധപ്പെട്ട ആയത്താണ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹം പറയുന്ന ദുരൂഹത. അവിടെയും അദ്ദേഹത്തിൻ്റെ ഈ ഉള്ളിലിരിപ്പാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനിൽ വ്യഭിചാരിയുമായിട്ട് പരിഹാസ്യമായ നിരവധി നിയമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഖുർആനിൽ വ്യഭിചാരിയുമായി ബന്ധപ്പെട്ട് 2-3 പ്രസ്താവങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ പ്രസ്താവങ്ങളിൽ ഇങ്ങനെ നിരവധി ശിക്ഷകളെ സംബന്ധിച്ചൊന്നും പരാമർശമില്ല. അതിൽ സ്ത്രീകളെ സംബന്ധിച്ച് വ്യഭിചാരിക്കുള്ള ശിക്ഷ എന്തായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള വിധി വരുന്നതിന് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ. അവരെ ഒരു തടവിലിടുന്നതിനെ സംബന്ധിച്ചുള്ളൊരു പരാമർശമുണ്ട്. അത് കഴിഞ്ഞ് സൂറത്ത് 100 വ്യഭിചരിച്ച ആളുകൾക്കുള്ള അസാനിയത്ത് വസാനി വജലിദു കുല്ല വാഹിദി മിൻഹുമാ മിഅത്തൽ ജൽദ, വ്യഭിചരിച്ച സ്ത്രീ പുരുഷന്മാരെ 100 അടി വീതം അടിക്കണം എന്ന് പറയുന്ന വിധിയാണ് പിന്നീടുള്ളത്. ഈ 2 വിധി അല്ലാത്ത മറ്റൊരു വിധി വ്യഭിചാരിയെ സംബന്ധിച്ച്, അതും സ്വതന്ത്ര സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെവിടെയും പരാമർശം കാണില്ല എന്നുള്ള. പിന്നെ അടിമ സ്ത്രീകളെ സംബന്ധിച്ചാണ് പിന്നീടൊന്നുള്ളത്. അത് സ്വതന്ത്ര സ്ത്രീയുടെ പകുതി ശിക്ഷയാണ് അടിമ സ്ത്രീക്ക് ഉണ്ടാവുക എന്നും ഖുർആൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 3 രീതിയിലാണ് വ്യഭിചാരിക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് ഖുർആനിൽ പരാമർശമുള്ളത്. ഇതെങ്ങനെയാണ് പരിഹാസ്യമായി തീരുക? ഒരു വ്യവസ്ഥ, അത് ഇസ്ലാം എന്നതല്ല, ലോകത്തുള്ള ഏത് വ്യവസ്ഥയായാലും ആ വ്യവസ്ഥയിൽ ശിക്ഷകൾക്ക് നൽകുന്ന, കുറ്റങ്ങൾക്ക് നൽകുന്ന ശിക്ഷയെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം ആ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നുകിൽ ആ വ്യവസ്ഥ തീർത്ത് പരിഹാസ്യമാണ് എന്ന് പറഞ്ഞ് തള്ളണം, അല്ലെങ്കിൽ ആ വ്യവസ്ഥയിൽ ശിക്ഷ നൽകാനുള്ള കാരണം എന്താണ് എന്നുള്ളത് പ്രസ്താവിച്ചിട്ടുണ്ടാവും. അത് സംഗതമാണോ, അല്ലെങ്കിൽ നാഗരിക സമൂഹവുമായിട്ട്, അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്ന മാതിരി പരിഷ്കൃത സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാവുന്നതാണോ, കൊടുക്കേണ്ടതാണോ, അതോ നിർത്തിവെക്കേണ്ടതാണോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഒരു വ്യവസ്ഥയെ സംബന്ധിച്ച് അതിലേതോ ഒന്നിനെ മാത്രം എടുത്തിട്ട് അതിൻ്റെ മറ്റു വശങ്ങളെ സംബന്ധിച്ചൊന്നും ചർച്ച ചെയ്യാതെ പരിഹാസ്യം എന്ന് പറയുന്നത് പോലും അവിവേകം മാത്രമല്ല, വിവരക്കേടാണ്, ബുദ്ധിശൂന്യതയുമാണ് എന്നതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. വിശേഷിച്ചും ഈ പറഞ്ഞിട്ടുള്ള 3 സംഗതികളിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മാത്രം പറഞ്ഞിട്ടുള്ളത് സ്ത്രീയുമായി ബന്ധപ്പെടുമ്പോഴുള്ള ശിക്ഷയെ സംബന്ധിച്ചാണ് എന്ന് വേണം ആ ആയത്തിലെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ വരുമ്പോൾ സ്ത്രീയുമായിട്ടുള്ള ബന്ധവും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അവിഹിത ബന്ധവും, അത് സ്വതന്ത്ര സ്ത്രീയും അടിമ സ്ത്രീയുമായി രണ്ട് കൂട്ടരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെ 3 രീതിയിലാണ് ഖുർആനിൽ അത് സംബന്ധിച്ചുള്ള പരാമർശമുള്ളത്. ഇതിനെയാണ് ജബ്ബാർ പരിഹാസ്യമെന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി വിധികൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എന്നൊക്കെ പറയണത്. പിന്നീട് അദ്ദേഹം ഇത് സംബന്ധിച്ച് പറയുന്ന കാര്യം, നേരത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഈ 200-ൽ പരമുള്ള ആയത്തുകൾ എന്തായിപ്പോയി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണത്. അതിന് ജബ്ബാർ ഉദ്ധരിക്കുന്ന ഒരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ദിവസം, അത് ജബ്ബാർ ഓർമ്മിക്കാതെ പറഞ്ഞതാണോ അല്ല ബോധപൂർവം പറഞ്ഞതാണോ നമുക്ക് പറയാൻ പറ്റില്ല. ബോധപൂർവമാണെങ്കിൽ ജബ്ബാർ അങ്ങനെ പറയേണ്ടതില്ല. അല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ കീശയിൽ നിന്ന് കുറച്ചെടുത്ത് കൂട്ടിയിട്ട് അവിടെയും ഇസ്ലാമിനെ നബിയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹായൊക്കെ അവമതിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം പറയണത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ആ തിരക്കിൽ, അതായത് ഒരു മനുഷ്യന് ഒരു വീട്ടിൽ മരിച്ചു കിടക്കുമ്പോൾ അവിടെ കുറച്ച് പ്രയാസങ്ങളുണ്ടാവും. ആളുകൾ മയ്യത്ത് കാണാൻ വരും, മയ്യത്തിൻ്റെ സംസ്കരണ ചടങ്ങ് സംഗതികൾ നടത്തേണ്ടത് ഉണ്ടാവും. അപ്പോൾ തിരക്ക് പിടിച്ച ഒരു രംഗമാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ തിരക്ക് പിടിച്ച രംഗത്ത് ആട് വന്നിട്ട്, ആയിഷയുടെ ആട് വന്നിട്ട് ഈ സൂറത്ത് എഴുതി വെച്ച തുകിൽ കഷ്ണം തിന്നു എന്നാണ്. എത്ര പരിഹാസ്യമാണ് ഈ പ്രയോഗം, അല്ലെങ്കിൽ ജബ്ബാറിൻ്റെ ഈ പ്രസ്താവം എന്നൊന്ന് ഓർത്തു നോക്കുക. ഒരു മരിച്ച വീട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വേണ്ട, ആര് തന്നെ മരിച്ചാലും, ഒരു കുടുംബത്തിലൊരാൾ മരിച്ചാൽ അവിടെ തിരക്ക് പിടിച്ച സമയത്ത് ഈ ആട് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഇവിടെ തിരക്ക് പിടിച്ച സമയമാണ്, അതുകൊണ്ട് എനിക്ക് തുകിൽ തിന്നാൻ നല്ല എളുപ്പമാണെന്ന് എങ്ങനെ ആടിന് മനസ്സിലാവുക? ഒന്നുകിൽ ആട് അങ്ങനെ മനസ്സിലാക്കിയിട്ട് തുകിൽ എവിടെയാണോ വെച്ചിട്ടുള്ളത് അവിടെ നിന്ന് എടുത്ത് കടിച്ചു കുടഞ്ഞ് അത് തിന്നണം. അതല്ലെങ്കിൽ പിന്നെ സംഭവിക്കുക, ഈ മരിച്ച വീട്ടിലുള്ള ആൾ, മരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ഈ തിരക്കിൻ്റെ ഇടയിൽ അവർ ചെയ്തിരുന്നത് ഗോതമ്പ് ഈ തുകിൽ ഖുർആൻ എഴുതി വെച്ച തുകിലെടുത്തിട്ട് മുറ്റത്ത് കൊണ്ടുപോയി വെയിലത്തിട്ട് എന്നിട്ട് അതിൽ ഗോതമ്പ് ഉണക്കാൻ ഇട്ടു. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അവമായിട്ട് ഉദ്ധരിച്ച് വന്നിട്ടുള്ള ഏതൊരു കെട്ടുകഥ ഉദ്ധരിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആട് വന്ന് തിന്നൂന്നാ. അതിൽ തന്നെയുള്ളൊരു പ്രശ്നമുണ്ട്. ആട് തുകിലാണോ ആദ്യം തിന്നുക, ഗോതമ്പാണോ അത് തിന്നുക? ആടിന് ഏറ്റവും എളുപ്പത്തിൽ തിന്നാൻ കഴിയുന്ന സാധനമാണ് ആട് കടിച്ച് തിന്നുക. അപ്പോൾ ഗോതമ്പ് തിന്നാനാണ് അവിടെ സാധ്യത ഉള്ളൂ. ഊറക്കിട്ട് ഉണക്കിയിട്ടുള്ള ഒരു തുകിൽ അത് ആട് കടിച്ചാൽ പെട്ടെന്ന് കടിച്ചു മുറിച്ച് തിന്നാൻ ആടിന് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം പിന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ജബ്ബാർ പറയുന്നതിലാണോ ദുരൂഹത, അതോ ഖുർആനിൽ സൂറത്ത് അഹ്സാബിൻ്റെ ഈ ഭാഗം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നതിലാണോ ദുരൂഹത? കേൾവിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ ജബ്ബാർ പറയുന്നതിലാണ് യഥാർത്ഥത്തിൽ ദുരൂഹത ഉള്ളത്. ഒന്ന്, മരിച്ച വീട്ടിൽ ഈ സമയത്ത് ഇങ്ങനെയുള്ളൊരു സംഭവം നടക്കില്ല എന്നുള്ളതാണ്. വിശേഷിച്ചും ഭർത്താവ് മരിച്ചാൽ ആ ഭാര്യയ്ക്ക് ആ ഭർത്താവിൻ്റെ വിരഹ ദുഃഖം എത്രത്തോളം പ്രയാസം ഉണ്ടാക്കും എന്നുള്ളത് മനുഷ്യനായിട്ടുള്ള ഏതൊരാൾക്കും അറിയാവുന്നതാണ്. ജബ്ബാറിന് പക്ഷെ അത് അറിഞ്ഞോളണമെന്നില്ല. കാരണം അവർക്ക് ഭാര്യാഭർത്തൃ ബന്ധമൊന്നും അത്ര പ്രശ്നമുള്ള സംഗതിയൊന്നുമല്ലല്ലോ. യുക്തിവാദികൾ, നാസ്തികന്മാർ ഏത് പെണ്ണുമായിട്ടും ബന്ധപ്പെടാം, എങ്ങനെയും ബന്ധപ്പെടാമെന്നൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ പിന്നെ അവിടെ ഭാര്യാഭർത്തൃ ബന്ധത്തിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടാവില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെന്നല്ല, ലോകത്ത് വിവാഹം അംഗീകരിക്കുന്ന ഏത് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ബന്ധം, അതിനൊരാൾ മരിച്ചാൽ മറ്റേയാൾക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രയാസം, ഇതൊക്കെ മനസ്സിലാക്കാനൊരു വിഷമമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടെ ആടിന് ഏറ്റവും എളുപ്പത്തിൽ തിന്നാനുള്ള ഒരു സാധനം ഒഴിവാക്കിയിട്ടാണ് ആട് വളരെ പ്രയാസപ്പെട്ട് കടിച്ച് കുടഞ്ഞ് എങ്ങനെയെങ്കിലും ഒക്കെ വലിച്ചു കയറി തിന്നേണ്ട ഒരു സാധനത്തിന്മേലെ പിടികൂടുന്നത് എന്നതുകൂടി കൂട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ യുക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളതിനൊന്നും യുക്തി വേണ്ടയില്ല എന്നായിരിക്കണം ജബ്ബാറിനെ പോലുള്ള ആളുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കെട്ടുകഥ യഥാർത്ഥത്തിൽ അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ജബ്ബാർ ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എന്ത്? സൂറത്ത് അഹ്സാബിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്
വളരെ പെട്ടെന്ന് തന്നെയാണ്, കൂടുതൽ വൈകാതെയാണ് ഖുർആൻ സമാഹരിക്കപ്പെട്ടിട്ടുള്ളത്. ആ സമാഹരണ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഹദീസിലോ ചരിത്രത്തിലോ ഒക്കെ പരാമർശിച്ച് വന്നിടത്തൊന്നും ഇങ്ങനെയുള്ള സംഭവം ഉദ്ധരിച്ചു വന്നിട്ടില്ല എന്ന് മാത്രമല്ല, സഹാബിമാരുടെ മദീനയിൽ അന്ന് കിട്ടാവുന്ന എല്ലാ സഹാബിമാരെയും വിളിച്ചു വരുത്തിയിട്ട് അവരെല്ലാവരെയും ഓതി കേൾപ്പിച്ച് എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഇന്ന് കാണുന്ന രൂപം നമ്മളുടെ മുമ്പിലെത്തിയിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ സൂറത്ത് അഹ്സാബിൽ ഇങ്ങനെ ഒരു സൂറത്ത് ബഖറയോളം ഉൾപ്പുണ്ടായിരുന്ന സാധനം ഉണ്ടായിരുന്നു എന്നും അതിൽ 200ഓളം അല്ലെങ്കിൽ 200ൽ പരം ആയത്തുകൾ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഖുർആനെ കരിവാരി തേക്കാൻ വേണ്ടി കെട്ടിണ്ടാക്കിയ ഒരു കഥ എന്നത് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ മറ്റേ അസറിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാവുന്നതാണ്.